നവംബർ 10 മഹാനായ വിശുദ്ധ ലിയോ മാർപ്പാപ്പ. ആദ്യമായി മഹാൻ എന്ന് വിളിക്കപ്പെട്ട മാർപ്പാപ്പയാണ് വിശുദ്ധ ലിയോ ഒന്നാമൻ പാപ്പ. തിരുസഭയുടെ 45-ാമത്തെ മാർപ്പാപ്പ ആയിരുന്ന അദ്ദേഹം ക്രിസ്തുവർഷം 440 മുതൽ 461 വരെ 21 വർഷം സഭയെ നയിച്ചു. അക്കാലത്തുണ്ടായ വ്യത്യസ്തങ്ങളായ പാഷാണ്ഡതകളെയും രാഷ്ട്രീയ അധിനിവേശങ്ങളെയും സമർത്ഥമായി നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. സഭയുടെ പാരമ്പര്യ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിനും തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും വിശ്വാസികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി ലിയോ മാർപ്പാപ്പ തയ്യാറാക്കിയ കത്തുകളും പ്രബന്ധങ്ങളും സഭയുടെ അമൂല്യ സമ്പത്തായി ഇന്നും സൂക്ഷിക്കപ്പെടുന്നു. ക്രിസ്തുവർഷം ഏകദേശം 391 പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിലുള്ള ഇറ്റലിയിലെ ടസ്കനിയിൽ നിന്നുള്ള ഒരു കുടുംബത്തിലാണ് ലിയോ ജനിച്ചത്. ബാർബേറിയൻസിൻ്റെ ആക്രമണം, ഭരണതർക്കങ്ങൾ, സാമ്പത്തിക തകർച്ച എന്നിവ മൂലം പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധപ്പതന കാലമായിരുന്നു അത്. ലിയോ പഠിച്ചതും വളർന്നതും റോമിൽ ആയിരുന്നതുകൊണ്ട് താനൊരു റോമാക്കാരനാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ചെറുപ്പം മുതൽ ഉയർന്ന ബുദ്ധിശക്തിയും നേതൃപാടവവും അദ്ദേഹം പ്രകടിപ്പിച്ചു. യുവത്വത്തിൽ തന്നെ സഭാ ശുശ്രൂഷകളിലേക്ക് പ്രവേശിച്ച അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ഉൾക്കാഴ്ചയും ഭരണ നൈപുണ്യവും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ടു. റോമൻ സഭയിലെ ഒരു ഡീക്കനായി നിയമിക്കപ്പെട്ട ലിയോ സെലസ്റ്റിൻ ഒന്നാമൻ പാപ്പായെയും തുടർന്ന് സിക്സ്റ്റസ് മൂന്നാമൻ പാപ്പായെയും ഭരണകാര്യങ്ങളിൽ സഹായിച്ചു. ഒരു ഡീക്കൻ എന്ന നിലയിൽ അസാധാരണമായ ദൈവശാസ്ത്ര വിജ്ഞാനവും ആത്മീയ ജ്ഞാനവും വിവേകവും ധൈര്യവും പ്രകടിപ്പിച്ച ലിയോ റോമൻ സഭയിൽ മാത്രമല്ല പാശ്ചാത്യ സഭ മുഴുവൻ വളരെയേറെ ബഹുമാനിതനായി. 439 റോമാ സാമ്രാജ്യത്തിൻ്റെ വടക്കുഭാഗത്ത് റോമൻ പ്രീഫെക്റ്റായ ആൽബിനസും ഏറ്റിയസ് എന്ന പ്രമുഖ റോമൻ ജനറലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായേക്കാവുന്ന തരത്തിൽ ഭിന്നതയുണ്ടായി. അവിടെ സമാധാനം സ്ഥാപിക്കാനായി ഡീക്കൻ ലിയോയെ അയക്കുവാൻ ചക്രവർത്തി മാർപ്പാപ്പായോട് ആവശ്യപ്പെട്ടു. ലിയോ തൻ്റെ നയതന്ത്ര ദൗത്യവുമായി ഗൗളിലായിരിക്കുമ്പോൾ സിക്സ്റ്റൻ മൂന്നാമൻ പാപ്പ മരിക്കുകയും റോമിലുള്ള പുരോഹിതർ ലിയോയെ പുതിയ മാർപ്പാപ്പായായി പെട്ടെന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്തു. 440 സെപ്റ്റംബർ 29 ലിയോ തൻ്റെ സ്വന്തം പേരിൽ തന്നെ മാർപ്പാപ്പായായി സ്ഥാനമേറ്റു. അക്കാലത്ത് മാർപ്പാപ്പ സഭയുടെ മുഴുവൻ ഭരണാധികാരി എന്ന നിലയിലോ ഔദ്യോഗികമായി സഭയെ പഠിപ്പിക്കുന്നയാൾ എന്ന നിലയിലോ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഭരണനിപുണനായിരുന്ന ലിയോ മാർപ്പാപ്പ വിവിധ രൂപതകളിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും ഉയർന്നു വന്ന എല്ലാ തെറ്റായ പ്രബോധനങ്ങൾക്കുമെതിരെ സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ വ്യക്തമായി നൽകുകയും ചെയ്തു. പാരമ്പര്യ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പാഷാണ്ഡതയിലെയും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ശരിയായ പ്രബോധനങ്ങൾ നൽകിക്കൊണ്ടും അദ്ദേഹം നിരവധി ബിഷപ്പുമാർക്കും പുരോഹിതർക്കും കത്തുകളെഴുതി. അക്കാലത്ത് ഉയർന്നു വന്ന പാഷാണ്ഡതകളിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയത് ഏകസ്വഭാവവാദമാണ്. യേശുവിൽ ദൈവസ്വഭാവവും മാത്രമേ ഉള്ളുവെന്നും ദൈവസ്വഭാവവും മനുഷ്യസ്വഭാവവും ഒരുമിച്ച് യേശുവിൽ ഇല്ല എന്നുമാണ് ഏകസ്വഭാവവാദികൾ പഠിപ്പിച്ചത്. ഇതിനെ എതിർത്തുകൊണ്ട് ലിയോ പാപ്പ എഴുതിയ ദൈവശാസ്ത്ര ലേഖനമാണ് ലിയോയുടെ സ്മാരകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായ ഫ്ലാവിയന് എഴുതിയ ഈ കത്തിൽ ഈശോ എന്ന വ്യക്തിയിൽ ദൈവസ്വഭാവവും മനുഷ്യസ്വഭാവവും ഉണ്ടെന്നും അങ്ങനെ ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നും അദ്ദേഹം വളരെ വ്യക്തമായി പഠിപ്പിച്ചു. കത്തോലിക്ക ക്രിസ്തുശാസ്ത്രത്തിൻ്റെ മൂലക്കല്ലായി മാറിയ ഈ പ്രമാണരേഖയ്ക്ക് 451 നടന്ന ചാൽസഡൻ കൗൺസിൽ ഔദ്യോഗിക അംഗീകാരം നൽകി. ഇത് വായിച്ചു കേട്ടപ്പോൾ കൗൺസിലിൽ പങ്കെടുത്ത മെത്രാന്മാർ ഏകസ്വരത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പത്രോസ് ലിയോയിലൂടെ സംസാരിച്ചിരിക്കുന്നു. അപകടകരമായ സാഹചര്യങ്ങളിൽ ലിയോ പാപ്പ കാണിച്ച ധൈര്യവും നയതന്ത്രവും വളരെ പ്രസിദ്ധമാണ്. 451 ബാർബറിയൻസിൻ്റെ ആക്രമണം പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തെ അപകടത്തിലാക്കി. 452 ഹൂണന്മാരുടെ നേതാവായ ആറ്റില ഇറ്റലിയിൽ പ്രവേശിക്കുകയും പല സ്ഥലങ്ങളും പിടിച്ചടക്കിക്കൊണ്ട് റോമിലേക്ക് നീങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സന്ധി സംഭാഷണത്തിനായി
റോമൻ സെനറ്റ് നിയോഗിച്ചത് ലിയോ പാപ്പായെയാണ്. മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ആറ്റിലായെ നേരിൽ കണ്ട് സംസാരിച്ചു. ഇതിൻ്റെ ഫലമായി റോമാ നഗരം ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. വിശുദ്ധരായ പത്രോസും പൗലോസും വാളുമായി ഭയപ്പെടുത്തുന്ന മുഖഭാവത്തോടെ ലിയോ പാപ്പായുടെ പിന്നിൽ നിൽക്കുന്നതായി ആറ്റില കണ്ടുവെന്നും ഭയപ്പെട്ടുപോയ ആറ്റില ആക്രമിക്കാതെ പിൻവാങ്ങിയെന്നുമുള്ള ഒരു കഥ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവത്തിലൂടെ സഭയിലും റോമാ സാമ്രാജ്യത്തിലും ലിയോ പാപ്പ ഒരു വീരപുരുഷനായി ആദരിക്കപ്പെട്ടു. 3 വർഷങ്ങൾക്ക് ശേഷം 458 ജൻസറിക് രാജാവിൻ്റെ നേതൃത്വത്തിൽ വാൻഡലുകൾ റോം ആക്രമിക്കാനെത്തി. ഇത്തവണയും ലിയോ പാപ്പായാണ് സന്ധി സംഭാഷണത്തിനായി പോയത്. നഗരം തീവെച്ച് നശിപ്പിക്കുകയോ ആരെയും കൊല്ലുകയോ ഇല്ല എന്ന് മാത്രമേ അവരെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ സാധിച്ചുള്ളൂ. 15 ദിവസം അവർ റോമാ നഗരം കൊള്ളയടിക്കുകയും അനേകരെ അടിമകളായി പിടിക്കുകയും ചെയ്തു. ആക്രമണത്താൽ തകർക്കപ്പെട്ട റോമാ നഗരത്തെ പുനരുദ്ധരിക്കാൻ ലിയോ പാപ്പ കഠിനാധ്വാനം ചെയ്തു. അടിമകളായി പിടിക്കപ്പെട്ടവരെ സഹായിക്കാൻ അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പുരോഹിതരെ അയച്ചു. ഒരിക്കലും നിരാശനാകാതെ നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു. എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും ലിയോ മാർപ്പാപ്പ തൻ്റെ അവസാന വർഷങ്ങൾ ചെലവഴിച്ചു. ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും അജപാലനത്തെക്കുറിച്ചും വ്യക്തമായി പഠിപ്പിക്കുന്ന ലിയോ മാർപ്പാപ്പയുടെ ഏകദേശം 100 പ്രസംഗങ്ങളും 150 കത്തുകളും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. 461 നവംബർ 10 മഹാനായ വിശുദ്ധ ലിയോ പാപ്പ സ്വർഗത്തിലേക്ക് യാത്രയായി. 1754 ബെനഡിക്റ്റ് 14 പാപ്പ ലിയോ പാപ്പായെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു.